ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കൊറിയൻ സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് മാസം 23 നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത ഒരു കൊറിയൻ മിസ്റ്ററി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സീരീസാണ്. സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 2 കാലഘട്ടങ്ങളിലായിട്ടാണ് സീരീസിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. ആ 2 കാലഘട്ടത്തിൽ റിസോർട്ടുകൾ നടത്തുന്ന ഒരു ഫാമിലിയുടെയും ഒരു മധ്യവയസ്കൻ്റെയും കഥയാണ് പറയുന്നത്. ആ റിസോർട്ടിലേക്ക് റിസോർട്ടുകളിലേക്ക് വരുന്ന 2 ആൾക്കാർ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് സീരീസിൽ പറഞ്ഞു പോകുന്നതാണ്. സീരീസിൻ്റെ പേര് വരുന്നത് ദ ഫ്രോഗ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഏകദേശം ഒരു 50-60 മിനിറ്റ്, ഏകദേശം 1 മണിക്കൂറിൽ മുകളിൽ ദൈർഘ്യം വരുന്ന 8 എപ്പിസോഡുകളാണുള്ളത് ഈ സീരീസിന്. ഏകദേശം 7 മണിക്കൂറോളം സീരീസിൻ്റെ ദൈർഘ്യം വരുന്നുണ്ട്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. ഈ സീരീസ് ഞാൻ വെറുതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്, എങ്ങനെയായിരിക്കും എന്നുള്ള അറിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, സെക്കൻഡ് എപ്പിസോഡ് കണ്ടു, തേർഡ് എപ്പിസോഡ് കണ്ടു, ഫോർത്ത് എപ്പിസോഡ് കണ്ടു. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് 8 എപ്പിസോഡുകൾ അങ്ങ് കണ്ടു തീർത്തു എന്നുള്ളതാണ്. എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചാൽ വലിയ എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഒരു ഡ്രാമ മൂഡിലൊക്കെയാണ് സീരീസ് കഥ പോകുന്നത്. പക്ഷേ എന്നാലും എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറി ലൈനല്ല, ആ ഒരു സ്റ്റോറിയിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ വിചാരിക്കുക ആ ഒരു സൈക്കോ കില്ലർ, ആ ഒരു സീരിയൽ കില്ലർ, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. സൈക്കോ കില്ലർ ഉണ്ട്, സീരിയൽ കില്ലർ ഉണ്ട്, കൊലപാതകങ്ങളുണ്ട്. പക്ഷെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ ഓരോ തെളിവുകൾ കണ്ടെത്തി അയാൾ ഇങ്ങനെയാണ് ആ ഒരു സംഭവത്തിലല്ല, ആ ഒരു രീതിയിലല്ല സീരീസിൻ്റെ കഥ പോകുന്നതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, ഒരു പ്രതീക്ഷിക്കാത്ത ലെവലിലൂടെയാണ് ഈ സീരീസിൻ്റെ കഥ പോകുന്നതാണ്. അത് തന്നെയാണ് എന്നെ ഈ സീരീസ് കാണാൻ പ്രേരിപ്പിച്ചൊരു സംഭവം എന്നുള്ളത്. നമ്മൾ സംഭവം സാധാരണ കാണുന്ന ഒരു ടിപ്പിക്കൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ, എന്താ പറയുക, സൈക്കോ കില്ലർ, സീരിയൽ കില്ലറൊക്കെ നമ്മൾ ഈ കാണാറുണ്ട്. ആ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈൻ അല്ല എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ആ ഒരു കഥയുടെ മുന്നോട്ടുള്ള ഒരു പോക്ക് എന്നുള്ളത് ഒരു വ്യത്യസ്തമായുള്ള സംഭവമാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസുകളായിരുന്നു, അടിപൊളി പെർഫോമൻസുകളായിരുന്നു. ഈ സീരീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള കിയൂൻ സിയോക്ക് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ആ മധ്യവയസ്കനായിട്ട് വന്ന റിസോർട്ടിൻ്റെ ഉടമ അടിപൊളി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സൈക്കോ ആയിട്ട് വന്ന മിനി സി പോക്കു പൊളിച്ചടക്കിയിട്ടുണ്ട്. കിഡിലൻ സൈക്കോ തന്നെയായിരുന്നു ആ ഒരു സ്ത്രീ കഥാപാത്രം എന്നുള്ളത്. എന്തായാലും സീരീസ് കണ്ടു നോക്കുക. സീരീസ് ദൈർഘ്യം കൂടുതലാണ്. ഏകദേശം 7 മണിക്കൂർ എടുത്ത സീരീസിന് ദൈർഘ്യം വരുന്നുണ്ട്. പക്ഷേ സീരീസിന് ദൈർഘ്യം കൂടുതലാണെന്ന് തോന്നില്ല. 5ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. ലേശം ഒരു ലാഗ് അടുപ്പിച്ചോണ്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ആണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണണം. കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ ആദ്യത്തെ ഒരു 4-5 എപ്പിസോഡ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മൾ ഇതിങ്ങനെയായിരിക്കും, എന്താണ്, അതാരാണ്, ഇതാരാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്താണ് സംഭവിക്കുക, അവിടെ സംഭവിച്ചത്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നത്, അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത് അടുത്തൊരു എപ്പിസോഡ് വരും. ആ ഒരു രീതിയിലാണ് സീരീസിൻ്റെ പോക്ക് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാവുന്നൊരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സീരീസാണ്. ഒരു കിടിലൻ സീരീസ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് ഒന്നും പറയില്ല. നിങ്ങൾക്ക് ഈ കൊറിയൻ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻറ്റ് മെത്തേഡായിട്ട് ചെയ്തൊരു സീരീസാണെന്നുള്ളതാണ്. കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. പിന്നെ ഒരു 18+ സീരീസാണ്. അതുകൂടി മനസ്സിൽ വെച്ച് കാണാം. വയലൻസുകളാണുള്ളത്. മറ്റുള്ള ഇൻറ്റിമേറ്റ് സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കിസ്സിങ് സീന്, അങ്ങനെ എന്തോ ഒരു കിസ്സിങ് സീന് മാത്രമേ ഉള്ളൂ. പക്ഷേ വയലൻസ് ഒരുപാടൊന്നുമില്ലെങ്കിലും വയലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 18+ സീരീസ് ആയിട്ടാണ് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.